മലയാളി ബിസിനസ്സുകാർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മെൻറ്റർ ഇന്നുണ്ടെങ്കിൽ, ഒരു കപ്പിത്താനുണ്ടെങ്കിൽ തള്ളുകയാണെന്ന് വിചാരിക്കേണ്ട, അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, എന്തായാലും ഞാൻ നേരിട്ട അത്രയും പ്രതിസന്ധി ഒന്നും നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അതൊക്കെ തരണം ചെയ്ത ഇവിടെ നിൽക്കുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തുള്ള ഏതെങ്കിലും ഒരു ട്രെയിനറെ, ഒരു ബിസിനസ് കോച്ചിനെ എനിക്കൊന്ന് കാണിച്ചതാ എൻ്റെ അത്രയും അനുഭവിച്ചിട്ടുള്ള ഒരാളെ. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ഹൗ ടു ബിക്കം എ CEO. എന്താ അത്? പുതിയ കോഴ്സ് ഉടനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ നല്ലൊരു ചെറ്റയാവാം. ഫ്രം നൗ ഓൺവേർഡ്സ് ഫോക്കസ് ഓൺ മീ ആൻഡ് മൈ സ്വീറ്റ് സ്പോട്ട്. എന്താണ്? ആർക്കൊക്കെ ഗ്രേറ്റ് 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 കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരൊക്കെയാ? ആർക്കൊക്കെ ഉണ്ട് വലിയ 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 കാര്യങ്ങൾ ചെയ്യേണ്ടത്? വലിയ കാര്യം ചെയ്യണമെങ്കിൽ ഒരു സീക്രട്ട് ഉണ്ട്. എന്താണെന്നറിയോ? ഡു ലെസ് തിങ്സ്. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിലേ വലിയ കാര്യം ചെയ്യാം. ഒരുപാട് കാര്യം ചെയ്യാൻ പോകരുത്. ഒരൊറ്റ കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവനാണ് ലോകം കീഴടക്കിയിട്ടുള്ളത്. അത് സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും AR റഹ്മാൻ ആയാലും മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തത്. എല്ലാ കാര്യവും ചെയ്യാൻ പോയില്ല, ഒരൊറ്റ കാര്യത്തിൽ. സോ ആ ഒരു കാര്യം ഈസ് ഇൻ അവർ സ്വീറ്റ് ലെവൽ 10ൽ നിൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ ലെവൽ 3ൽ നിൽക്കുന്ന നമുക്ക് പറ്റില്ല. ക്ലിയർ ആണോ? സോ നമ്മൾ ഇന്ന് എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു ചവിട്ടുപടി മാത്രമായിരുന്നു. ഇവിടെ വരെ എത്തിയത് എന്തിനാ? ഇവിടെ നിൽക്കാനല്ല, ഇനിയും മുന്നോട്ട് പോകാനാണ് എന്ന് ഓർമ്മ വേണം. മുന്നോട്ട് പോകണമെങ്കിൽ കേപ്പബിലിറ്റി കൂടിയേ പറ്റൂ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സമയം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് അവർ സ്കിൽ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയാ? ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലല്ല, ടൈം നമ്മുടെ കയ്യിലല്ല. ടൈമിംഗ് ആണോ? നമ്മുടെ കയ്യിൽ ഒരൊറ്റ കാര്യമുള്ളൂ, കേപ്പബിലിറ്റി. സോ അറ്റ് ദ റൈറ്റ് ടൈം, ഈ കറക്റ്റ് സമയം വരുമ്പോൾ, ആ കറക്റ്റ് അവസരം വരുമ്പോൾ, ഒരൊറ്റ ചോദ്യമേ പ്രകൃതി, ഒരൊറ്റ ചോദ്യമേ ദൈവം നമ്മളോട് ചോദിക്കത്തുള്ളൂ, ആർ യു റെഡി? ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെഡി?